പാലക്കാട് 12 സീറ്റുകൾ ഉള്ളതിൽ LDF 6 UDF 5 എന്നിങ്ങനെയാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ കഴിയുന്നത്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ UDFിലെ ആഹ്ലാദ പ്രകടനം ആരംഭിച്ചിരിക്കുന്ന ചിത്രമാണ്. അങ്ങനെ ആഹ്ലാദ പ്രകടനം നടത്താനുള്ള കാരണം 88 നിലവിൽ UDF മുന്നേറുന്നു, 49 മാത്രമാണ് LDFിൻ്റെ ലീഡ്, 3 NDA മുന്നേറുന്നു. സ്ക്രീനിൽ തത്സമയം ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇടുക്കിയിൽ നിന്നുള്ള പ്രവർത്തകരുടെ ആഹ്ലാദ പ്രകടനമാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം മന്ത്രി റോഷി അഗസ്റ്റിനെതിരെ വ്യക്തമായ ഒരു ലീഡ് അവിടെ UDF സ്ഥാനാർത്ഥി നേടിക്കഴിഞ്ഞു. മാത്രമല്ല ഇടുക്കിയിൽ 5 UDF തന്നെയാണ് ഇപ്പോൾ മുന്നേറുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇടുക്കിയിൽ ആദ്യമായി കൈപ്പത്തി ചിഹ്നത്തിൽ പാർട്ടിക്ക് ഒരു സ്ഥാനാർത്ഥി ലഭിക്കുന്നു. റോയി കെ പാലൂസ്, അദ്ദേഹം ദീർഘകാലം പരിചയമുള്ള വ്യക്തി കൂടിയാണ്. അദ്ദേഹം കൃത്യമായ ഒരു ലീഡ് നില ഉയർത്തുന്നു. VP അബ്ദുൾ റഷീദ് 2523 വോട്ടുകൾക്ക് ഇപ്പോഴും മുന്നിലാണ്. പിണറായി വിജയൻ രണ്ടാം റൗണ്ട് കഴിയുമ്പോഴും പിന്നിട്ട് തന്നെ നിൽക്കുകയാണ്. പിണറായി വിജയൻ പിന്നിൽ എന്നുള്ള വാർത്ത. മുഖ്യമന്ത്രിക്ക് ഇപ്പോഴും രക്ഷയില്ല എന്ന് വേണം. ഈ മൂന്നാം റൗണ്ടിലും അദ്ദേഹം പിന്നിലേക്ക് പോവുകയാണ്. മൂന്നാം റൗണ്ട് എണ്ണുമ്പോഴും VP അബ്ദുൾ റഷീദ് തന്നെയാണ് ധർമ്മടത്ത്, കണ്ണൂർ ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്വന്തം മണ്ഡലത്തിൽ അദ്ദേഹം പിന്നിൽ നിൽക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. 88 UDF, 49 LDF, 3 NDA എന്നുള്ളതാണ്. തിരുവല്ലയിൽ 2824 എന്ന മികച്ച ലീഡ് നിലയിലേക്ക് അനൂപ് ആന്റണി തിരുവല്ലയിൽ മുന്നേറുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അബ്ദുൾ റഷീദിന്റെ ലീഡ് നില 2077. ബംഗാളിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ബംഗാളിൽ BJPക്ക് NDAക്ക് കേവല ഭൂരിപക്ഷം ലഭിച്ചിരിക്കുന്നു. മമതാ ബാനർജിക്ക് കടുത്ത തിരിച്ചടി, തൃണമൂൽ കോൺഗ്രസിന് വലിയ തിരിച്ചടി നൽകിക്കൊണ്ട് ബംഗാൾ പിടിക്കാനുള്ള BJPയുടെ ദീർഘകാല പദ്ധതി വിജയം കണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയായി അവരുടെ ലീഡ് നില കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തിയിരിക്കുന്നു. പല എക്സിറ്റ് പോൾ ഫലങ്ങളും ശരിവെക്കുന്ന രീതിയിലാണ് ബംഗാളിൽ നിന്ന് ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. NDAയുടെ BJPയുടെ ലീഡ് നില കേവല ഭൂരിപക്ഷ സംഖ്യ മറികടന്നിരിക്കുന്നു എന്നുള്ളതാണ് ബംഗാളിൽ നിന്നുള്ള പ്രധാനപ്പെട്ട വാർത്ത. വിജയ് തമിഴ്നാട്ടിൽ മികച്ച മുന്നേറ്റം കാഴ്ചവെക്കുന്നു എന്നുള്ളത് തമിഴ്നാട്ടിൽ നിന്നുള്ളൊരു പ്രധാനപ്പെട്ട വാർത്തയാണ്. DMKക്ക് അത്ര ശുഭകരമല്ല തമിഴ്നാട്ടിൽ നിന്നുള്ള വാർത്ത. തിരിച്ച് കേരളത്തിലേക്ക് വരികയാണെങ്കിൽ ഇടതുമുന്നണിക്ക് LDFന് ഒട്ടും ശുഭകരമല്ല കേരളത്തിൽ നിന്നുള്ള വാർത്ത. മുഖ്യമന്ത്രി പിണറായി വിജയൻ മൂന്നാം റൗണ്ടിലും ഇടത് കോട്ടയായ ചുവപ്പ് കോട്ടയായ ധർമ്മടത്ത് പിന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് ഇടതുപക്ഷത്തിന് ഏറ്റവും വലിയ തിരിച്ചടിയാകുന്നത്. ഭരണം നഷ്ടപ്പെടുന്നു എന്നതിനപ്പുറത്തേക്ക് 10 വർഷം സംസ്ഥാനത്ത് നയിച്ച പാർട്ടിയുടെ ക്യാപ്റ്റനായി നിന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ മൂന്നാം റൗണ്ടിലും പിന്നിട്ട് നിൽക്കുന്നു. അതിനെന്ത് മറുപടിയാണ് CPMന് പറയാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2077 വോട്ടുകൾക്കാണ് VP അബ്ദുൾ റഷീദ് അവിടെ ഒരു കറുത്ത കുതിരയായി മാറിയിരിക്കുന്നത്. അദ്ദേഹം തന്നെ ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു ധർമ്മടത്ത ഫലത്തെക്കുറിച്ച് മാധ്യമങ്ങൾക്കുൾപ്പെടെ ഒരു മുൻവിധിയുണ്ട്, പക്ഷേ അവിടെ ഒരു അട്ടിമറി സംഭവിക്കും, മിന്നുന്ന പ്രകടനം തൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും, തന്നെ ജനങ്ങൾ ആ രീതിയിൽ പരിഗണിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞതിന് അടിവരയിടുന്ന രീതിയിലാണ് ഇപ്പോൾ 3 റൗണ്ട് വോട്ടെണ്ണൽ കഴിയുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പിന്നിട്ട് നിൽക്കുന്നത്. ആകെയുള്ള കണക്ക് നോക്കുകയാണെങ്കിൽ UDF 88 മുന്നേറ്റം കാഴ്ചവെക്കുമ്പോൾ LDF ലീഡ് ചെയ്യുന്നത് 49 ഇടങ്ങളിലാണ്. NDAയുടെ മുന്നേറ്റം 4 3 അത് കുറഞ്ഞിരിക്കുന്നു. വീണ്ടും NDA താഴേക്ക് പോകുന്നു, 3 മാറുന്നു. ബേപ്പൂരിൽ PA മുഹമ്മദ് റിയാസ് മുന്നേറ്റം കാഴ്ചവെക്കുന്നു. കോങ്ങാട് KA തുളസി 4148 വോട്ടുകൾക്ക്. വാമനപുരത്ത് സുധീർ ഷാ പാലോടിന്റെ മുന്നേറ്റമാണ് തുടക്കം മുതൽ കാണാൻ സാധിക്കുന്നത്. ആ മുന്നേറ്റം അങ്ങനെ തന്നെ തുടരുന്ന ഒരു കാഴ്ച. തീർച്ചയായിട്ടും തൃശ്ശൂരിൽ LDF 10 ലീഡ് ചെയ്യുന്നത്, 8 UDF ലീഡ് ചെയ്യുന്നു. പാലക്കാട് ആകെയുള്ള 12 സീറ്റിൽ ഫലസൂചനകൾ വരുമ്പോൾ 7 LDF മുന്നേറ്റം കാഴ്ചവെക്കുന്നു. UDF 4 NDA പാലക്കാട് ശോഭാ സുരേന്ദ്രൻ ഇപ്പോഴും മുന്നിൽ തന്നെയാണ്. കാസർഗോഡ് ഉദുമയിൽ ഇപ്പോൾ UDF സ്ഥാനാർത്ഥി മുന്നിൽ വരുന്നു എന്നുള്ളതാണ്. എന്തായാലും മാവേലിക്കരയിൽ വീണ്ടും MS അരുൺകുമാർ ലീഡ് നില തിരിച്ചുപിടിക്കുന്നു. മുത്താർ രാജായിരുന്നു ആദ്യഘട്ടത്തിൽ ലീഡ് ഉയർത്തിയത്. ഇപ്പോൾ ഇതാ വീണ്ടും MS അരുൺകുമാർ തിരിച്ചു വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു. കുന്നത്തുനാട് അദ്ദേഹം VP സജീന്ദ്രൻ ഒരു ഘട്ടത്തിലും പിന്നിലേക്ക് പോകുന്നില്ല. 2500 കഴിഞ്ഞിരിക്കുകയാണ് VP സജീന്ദ്രൻ്റെ ലീഡ് നില. പിറവത്ത് അനൂപ് ജേക്കബ് 4585 തൻ്റെ ലീഡ് നില ഉയർത്തുന്നു. ആലപ്പുഴ ഹരിപ്പാടിൽ മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായ രമേശ് ചെന്നിത്തല തൻ്റെ ലീഡ് കൃത്യമായി തന്നെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. വടകരയിൽ KK രമ അവരുടെ ലീഡ് നില ഉയർത്തുന്നു. ഷിബു ബേബി ജോൺ കൊല്ലം ചവറയിൽ ഇപ്പോഴും മികച്ച ലീഡ് സ്വന്തമാക്കി മുന്നേറ്റം തുടരുകയാണ്. പേരാവൂരിൽ KK ശൈലജയുടെ ലീഡ് 23 കുറഞ്ഞിട്ടുണ്ട്. അതായത് മത്സരം നടക്കുന്നു എന്നുള്ളതിന്റെ ഒരു കൃത്യമായ ചിത്രമാണ്. തൃപ്പൂണിത്തുറയിൽ അവിടെ UDFന്റെ ഒരു മുന്നേറ്റമാണ് കാണാൻ സാധിക്കുന്നത്. തൃശ്ശൂരിൽ രാജൻ ജയപ്പലൻ 4790 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുകയാണ്. മൂന്നാം റൗണ്ടിലും പിണറായി വിജയൻ പിന്നിലാണ് എന്നുള്ള വാർത്തകളാണ് ഈ ഒരു ഘട്ടത്തിൽ വരുന്നത്. അതുതന്നെയാണ് ഏറ്റവും ആവേശം നൽകുന്ന ഒരു വാർത്ത. ഒപ്പം തന്നെ മന്ത്രിമാരെല്ലാവരും പിന്നിലാണ്.
തീർച്ചയായിട്ടും ആലപ്പുഴയിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ അരൂര് ചേർത്തല ആലപ്പുഴ അടക്കമുള്ള ഇടങ്ങളിൽ ഇപ്പോഴും UDF മുന്നിലേക്ക് എത്തുന്നു എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒപ്പം തന്നെ തൃശ്ശൂർ ജില്ലയിലും ശക്തമായ മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിക്കുന്നു. മന്ത്രി MP രാജേഷ് ഉൾപ്പെടെയുള്ളവർ പിന്നിലേക്ക് പോകുന്നു. മാത്രവുമല്ല അവിടെ VT ബൽറാമിന്റെ ലീഡ് 1200-ൽ പരം 1279 തൃത്താലയിൽ VT ബൽറാമിന്റെ ലീഡ് നില ഉയർത്തുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ KK ശൈലജ പേരാവൂരിൽ മത്സരിക്കുമ്പോൾ അവരുടെ ലീഡ് നില 423 ആകുന്നു. സണ്ണി ജോസഫ് KPCC അധ്യക്ഷൻ പിന്നിലാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ലീഡ് നില മെല്ലെ ഉയർത്തുന്നു എന്ന് വേണം ഈ ഘട്ടത്തിൽ KK ശൈലജ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്തായാലും കുന്നത്തുനാട് അടക്കമുള്ളയിടത്ത് ശക്തമായ പോരാട്ടം കാഴ്ചവെക്കാൻ മുന്നണികൾക്ക് സാധിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം UDF 88ലേക്ക് തങ്ങളുടെ തളിപ്പറമ്പിൽ TK ഗോവിന്ദൻ 974 വോട്ടുകൾക്ക് മുന്നിൽ ശക്തമായ പോരാട്ടം നടക്കുന്ന തളിപ്പറമ്പിൽ TK ഗോവിന്ദൻ വിമതനായി മത്സരിച്ച് അദ്ദേഹം UDF പിന്തുണയോടെ മത്സരിച്ച തളിപ്പറമ്പിൽ TK ഗോവിന്ദൻ മുന്നിട്ട് നിൽക്കുന്നു. തീർച്ചയായും മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർക്ക് കണ്ണൂർ ജില്ലയിൽ അടിപതറുമ്പോൾ കണ്ണൂരിൽ ഇടത് കോട്ടകൾ ഇളകുന്നു, അല്ലെങ്കിൽ ഇടത് കോട്ടകളിലേക്ക് UDFന്റെ കടന്നുകയറ്റം എന്ന് തന്നെ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാം. PK ശ്യാമള ഏറെ വിവാദമുണ്ടായിരുന്നു. സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി വലിയ വിവാദം അണികൾക്കിടയിൽ തന്നെ ഉണ്ടായിരുന്ന തളിപ്പറമ്പിലാണ് ഇപ്പോൾ TK ഗോവിന്ദൻ പാർട്ടിയുടെ പോരായ്മകൾ എണ്ണി പറഞ്ഞുകൊണ്ട് അദ്ദേഹം പുറത്തേക്ക് വന്ന് അദ്ദേഹം ഇപ്പോൾ മുന്നിലെത്തുന്നു തളിപ്പറമ്പിൽ എന്നുള്ളതാണ്. ധർമ്മടത്ത് VP അബ്ദുൾ റഷീദ് തന്നെയാണ് ഇപ്പോഴും മുന്നിൽ. 2077 വോട്ടുകൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനെ പിന്നിലാക്കിക്കൊണ്ട് VP അബ്ദുൾ റഷീദ് ഇപ്പോഴും മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കടക്കൂട്ടത്തേക്ക് വരികയാണെങ്കിൽ ഇപ്പോഴും കടകംപള്ളി സുരേന്ദ്രൻ തന്നെയാണ് കടക്കൂട്ടം നിൽക്കുന്നത്. നേമത്ത് വട്ടിയൂർക്കാവ് K മുരളീധരൻ ലീഡ് നില തിരിച്ചു പിടിക്കുന്നു. 30 വോട്ടുകൾക്ക് അദ്ദേഹം തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ UDF സ്ഥാനാർത്ഥി K മുരളീധരൻ മുന്നിലേക്ക് വരികയാണ്. ഒരു ഘട്ടത്തിൽ VK പ്രശാന്ത് മുന്നിലേക്ക് വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും K മുരളീധരൻ വരികയാണ്. ബാലുശ്ശേരി PT സൂരജ് അദ്ദേഹത്തിന് തുടക്കം മുതൽക്ക് തന്നെ അദ്ദേഹം നിലനിർത്തിയ ലീഡ് ഇപ്പോഴും നിലനിർത്തുകയാണ്. 3934 വോട്ടുകൾക്കാണ് ഇപ്പോൾ PT സൂരജ് മുന്നിലേക്ക് വരുന്നത്. തളിപ്പറമ്പ് TK ഗോവിന്ദൻ 974 വോട്ടുകൾക്ക് മുന്നിൽ വരുന്നു. TK ഗോവിന്ദനിലൂടെ ആണെങ്കിൽ പോലും തളിപ്പറമ്പിൽ UDF ഈ രീതിയിൽ ഒരു ലീഡ് നേടുക എന്ന് പറയുന്നത് വളരെ അത്ഭുതമുള്ള സംഭവമാണ്. 1965 രൂപീകൃതമായ തളിപ്പറമ്പ് മണ്ഡലത്തിൽ 1970 മാത്രമാണ് ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ജയിക്കാൻ സാധിച്ചത്. പിന്നീട് ഇങ്ങോട്ടെല്ലാം ഇടതുമുന്നണിയുടെ തേരോട്ടമായിരുന്നു. അവിടെയാണ് ഇപ്പോൾ TK ഗോവിന്ദൻ 974 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നത്. അദ്ദേഹം CPMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്.